ഈ വഖഫിനെതിരായുള്ള പോരാട്ടം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരവകാശം, ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായം അവർക്ക് ഭരണഘടന അറിഞ്ഞുകൊടുത്തൊരവകാശം, വിശ്വാസത്തിന്റെ ഭാഗം അത് സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അതിനിടയിൽ ഇവിടെ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട്. നമുക്കറിയാം, അവർക്ക് ആകെ ഒരു നോട്ടേ ഉള്ളൂ. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്താൻ വേണ്ടി അന്ന് തികഞ്ഞ സദ്യ ഉണ്ട്. അന്ന് പിന്നെ തെരുവിൽ പുട്ടുകച്ചവടത്തിന്റെ ആവശ്യമില്ല എന്ന നിലക്കാണ് ആ പഴമൊഴി. രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കുറുക്കന്റെ കണ്ണുമായി അതിൻ്റെ ഇടയിൽ നിന്ന് എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടുമെന്ന് നോക്കാൻ നടക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്, ഈ LDF ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ മുനമ്പത്തെ പ്രശ്നം 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന്. വഖഫ് കിട്ട് വരട്ടെ, അപ്പത്തീരും മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ റിജിജുവിനെ കൊണ്ടുവന്നിട്ട് അവസാനം ഉണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു, വഖഫ് ബില്ലും മുനമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ ഒന്ന് പറയേണ്ടി വന്നു. അതിനല്ലേ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യം പറഞ്ഞത്, ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീർക്കണം. 5 മിനിറ്റ് മതി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ, പക്ഷെ തീർക്കൂല. ഞാൻ അതാണ് പറഞ്ഞത്. ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഈ പ്രശ്നം ഒക്കെ ട്രിബ്യൂണലിൽ തീരുമെന്നായപ്പോ തീരാതിരിക്കാൻ വേണ്ടി, നീട്ടിക്കൊണ്ടുപോവാൻ വേണ്ടി, അതാണ് തങ്ങൾ ഇവിടെ പറഞ്ഞത്, അവസാനം പോയി പെനാൽറ്റി അടിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ഇതൊരു വേണ്ടാത്ത പണിയല്ലേ? കേരള ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേ പണി തന്നെയാണ്. എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമമൊക്കെ കൊണ്ടുവരുന്നത്? മുസ്ലിങ്ങളെ നന്നാക്കാനാണോ? അല്ല, സാമുദായിക വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തിനാണ് കേരള ഗവൺമെന്റ് മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോണത്? മുസ്ലിം സംഘടനകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വകവെച്ച് തരണം. അതിലാർക്കും തർക്കമില്ല. പിന്നെ ആർക്കാ തർക്കം? ആരാണ് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത്? ഒരു സംശയവും വേണ്ട, അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ്. പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നം തീർക്കാതെ കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ആളുകൾക്ക് ബുദ്ധിയില്ല, അരക്കായി കില്ലോത്തോലാണ് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിച്ച അവസാനം അടുത്ത ഇലക്ഷനിൽ വോട്ട് എതിരായി കുത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് ഞങ്ങൾ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം. അവർക്കൊരു ധാരണയുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞില്ലേ, ക്രിസ്തീയ സഭകളുമായി ഞങ്ങൾ ഇനിയും സംസാരിക്കും. അവർക്ക് ഈ പ്രശ്നം തീരണമെന്നേ ഉള്ളൂ. അവർ വീണ്ടും പറഞ്ഞു. എന്നാൽ ആ പ്രശ്നം തീർക്കാതെ മോഡി കാളക്കൂട്ടി UDFന് വോട്ട് ചെയ്യുന്ന, ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന 2 പ്രബല ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളൂ. ഇതൊരു നല്ല കാര്യമല്ല. സാമുദായികമായി ചേരിതിരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് BJP നടത്തുന്ന അതേ പണി ഈ വഖഫിന്റെ പേരിൽ ഈ മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി ഇവിടെ ചെയ്യാനാണ് കേരള ഗവൺമെന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ബഹുമാനപ്പെട്ട തങ്ങളുടെയും തങ്ങന്മാരുടെയും പാരമ്പര്യം കൊണ്ട്, ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ആ പാരമ്പര്യം കൊണ്ട്, മതേതരത്വത്തിന്റെ കരുത്തുകൊണ്ട് ഞങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത് നടക്കാൻ പോവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അവിടെ ഈ പറഞ്ഞ പ്രബല മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് അവിടെ എത്ര വോട്ട് കിട്ടും എന്ന് നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാം. കാത്തിരുന്നോ? ഞങ്ങളെ അവിടെ നിങ്ങളെ പൊട്ടുകുത്തിച്ചു നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും നിങ്ങൾ തോറ്റിട്ടുണ്ട്. ഇവിടെ തോറ്റ് തൊന്നമ്പാറും തൊപ്പിയിടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് ഈ ജനകീയ ശക്തി ഇന്നൊരു സാഗരം തന്നെ നമ്മളിവിടെ തീർത്തു. ഒരു മഹാറാലി, ഒരാഴ്ച മുമ്പ് ആഹ്വാനം ചെയ്ത മഹാറാലി, ഒരു പ്രചരണവും കൂടാതെ അറബിക്കടൽ പോലെ ഇരമ്പുന്ന
ഒരു ജനസഞ്ചയം ഇവിടെ തീർത്തു. കോടതി ഇന്നെടുത്തു കേസ്, നാളെയുമുണ്ട് കേസ്. ഒരു നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് അങ്ങനെ അങ്ങ് കയറി നിരങ്ങാൻ കേന്ദ്ര ഗവൺമെന്റിന് പറ്റാത്ത ഒരു ചുറ്റുപാടുണ്ടാക്കാൻ ഞങ്ങളെ കേസ് കൊണ്ട് സാധിക്കും. അതിനുള്ള ഒരു നന്മ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. ഈ റാലിയും വിജയം കാണും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.